ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വത്തിക്കാൻ പുതിയ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന. അതിൻ്റെ വഴിക്ക് വരട്ടെ. ബന്ധപ്പെട്ടവർ, അധികാരികൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും അറിയിക്കുകയും ചെയ്യട്ടെ. ഈ നിർണായക അവസരത്തിൽ, വളരെ നിർണായകമായ അവസരത്തിൽ, കൽദായ സുറിയാനി സഭയുടെ, പൗരസ്ത്യ സുറിയാനി സഭയുടെ തനത് സ്വത്വത്തെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഭയെ നയിക്കാൻ നിയമിക്കപ്പെടുന്നത് ആര് തന്നെയായാലും അവർ ഗ്രഹിച്ചിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ചില സംഗതികളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. പുതിയ നേതൃത്വം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ മനസ്സിലോർത്തിരിക്കേണ്ട കാര്യങ്ങൾ. സീറോ മലബാർ സഭ, അതിൽ സീറോ എന്ന് പറയുന്നത് സീറോ അല്ല, സുറിയാനിയാണ്. സുറിയാനി കത്തോലിക്ക സഭ, അതാണ് സീറോ. SYRO എന്നാണ്. പലരും എഴുതുന്നത് സീറോ എന്നാണ്, വട്ടപൂജ്യം. അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു 1/2 കോടി ഉള്ളെങ്കിലും ഒരു 55 കോടിയുടെ സ്വാധീനം ലോകത്ത് ചെലുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വട്ടപൂജ്യമൊന്നല്ല. അതേസമയം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടാക്കിയിരിക്കുന്ന, വിമതരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ മൂലം നമ്മൾ നാണം കെട്ടിട്ടുണ്ട് താനും. അപ്പോൾ സീറോ മലബാർ സഭയിലെ സീറോ എന്ന് പറയുന്നത് സുറിയാനിയാണ്. ഈ വിശേഷിച്ച് നമ്മൾ പൗരസ്ത്യ സുറിയാനിയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഈ പൗരസ്ത്യ സുറിയാനിക്ക് കൽദായ ഭാഷ എന്നും പേരുണ്ടായിരുന്നു. അപ്പം അതിന്റെ ചരിത്രവും ഈ കൽദായ നാട്, കൽദായ ഭാഷ, കൽദായ വൽക്കരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹീബ്രു ബൈബിളില് കസ്ദിം എന്നൊരു വാക്ക്, കസ്ദിം എന്ന വാക്കാണ്. അരാമിയ ഭാഷയിൽ അത് കസ്ദായിൻ എന്നാണ്, കസ്ദായിൻ. അതിന് ഗ്രീക്കിൽ വന്നപ്പോൾ കൽദായിയ എന്നായി, കൽദായിയ. ലത്തീനിൽ അതിന്റെ തത്തുല്യമാണ് കാൽഡിയൻസ്, കൽദായ. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ ജന്മദേശമായിരുന്നു കൽദായ. ഉൽപ്പത്തി പുസ്തകം 11:26 നമുക്കത് 11:26 മുതൽ 28 വരെ കാണാം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ നാടാണ് ഈ കൽദായരുടെ ഊർ ദേശം. അവിടെയുള്ളവർ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും വലിയ ജ്ഞാനികളായിരുന്നവർ. അവിടെയുള്ളവരാണ് ഈ പൂജരാജാക്കന്മാർ വന്നത് അവിടെ നിന്നാണ്. ബാബിലോണിയയിൽ നിന്ന്, ഈ കിഴക്ക് നിന്ന് പറഞ്ഞാൽ ഈ ബാബിലോണിയ പ്രദേശത്ത് നിന്ന് വന്നവരാണ്. അവിടെ അസ്ട്രോളജി, ജ്യോതിശാസ്ത്രമൊക്കെ വലിയ വികസിച്ച ഒരു നാടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി. അങ്ങനെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർ ആകാശമുട്ടയുള്ള ഒരു ക്ഷേത്ര ഗോപുരവും പിന്നെ ഒരു നഗരം പണിതു. അതിന്റെ മൊത്തം നടുക്ക് ക്ഷേത്ര ഗോപുരം പണിതു. അതാണ് നമ്മൾ ബാബേൽ ഗോപുരം എന്ന് പറയണേ. അങ്ങനെ കൽദായ നാടിന് ബാബിലോണിയ എന്നൊക്കെ പേര് വന്നു. ബാബേൽ ഗോപുരം പണിത നാടിന് ബാബിലോണിയ എന്ന പേര് വന്നു. ആശയക്കുഴപ്പം എന്നൊക്കെയാണ് ഈ ബാബേൽ എന്ന വാക്കിന് അർത്ഥം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ഭൗതികമായി നോക്കിയാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു കൽദായ ദേശം. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള സ്ഥലം. പൊട്ടാമോസ് എന്ന് വെച്ചാൽ ഗ്രീക്കില് വെള്ളം, മെസോ എന്ന് വെച്ചാൽ മിഡിൽ, 2 വെള്ളങ്ങൾക്കിടയിലുള്ള സ്ഥലം. അതാണ് മെസപ്പൊട്ടോമിയ. അപ്പോൾ യൂഫ്രട്ടിസ്, ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള സ്ഥലമാണ് മെസപ്പൊട്ടോമിയ, 2 നദികൾക്കിടയിലുള്ള സ്ഥലം. അവിടെയുള്ള സംസ്കാരമാണ് ലോകത്തെ ഏറ്റവും പ്രാചീനമായ സംസ്കാരം. ഇൻഡസ് വാലി സംസ്കാരം, നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ് വാലി സംസ്കാരം, നൈൽ നദീതടത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരം, പിന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഈ 3 സംസ്കാരങ്ങളാണ് ഏറ്റവും പ്രാചീനം. ആ പ്രാചീന സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു ഈ പറഞ്ഞ കൽദായ ദേശം. ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുക്കാനായിട്ട് അബ്രഹാം തന്റെ സേവകനായ എലയാസറിനെ അയക്കുന്നത് കൽദായ ദേശത്തേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 24:10. പുതിയ നിയമത്തിലെ ആദ്യത്തെ വചനം ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി പുസ്തകം, മത്തായി 1:1. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ വാക്യം, ആദ്യത്തെ വചനം. ഈശോ മിശിഹായെ അബ്രഹാമിന്റെ പുത്രനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അബ്രഹാമോ കൽദായരുടെ ഊർ ദേശത്തു നിന്നുള്ളവനാണ്. അപ്പോ കൽദായരുടെ ഊർ ദേശത്തുള്ള അബ്രഹാമിന്റെ പുത്രനാണ് ഈശോ മിശിഹ എന്നതിനാൽ ഈശോ മിശിഹായെ കൽദായ പുത്രൻ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പറയാൻ ഒരു ദൈവശാസ്ത്രം കൂടിയുണ്ട്. അത് ഗ്രഹിക്കുന്ന ഒരല്പം ചരിത്രം അറിയണം. ഈ ദൈവശാസ്ത്രം അറിയുന്ന ഒരല്പം ചരിത്രം അറിയണം.
ഈ പിന്നീട് കൽദായര് അല്ലെങ്കിൽ ബാബിലോണിയക്കാര് ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ട് മാറുകയാണ്. ഈ അബ്രഹാം എന്ന് പറയുന്ന ആൾ പൂർവ്വപിതാവ് കൽദായരുടെ ഊരിൽ നിന്ന് വന്നവനാണെങ്കിലും പിന്നീട് അവര് വലിയ സാമ്രാജ്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ശത്രുക്കളായിട്ട് മാറുകയാണ്. അവര് BC 605 597 587 യഹൂദ രാജ്യത്തെ അതിന്റെ തലസ്ഥാനമായി ജെറൂസലമിനെ ആക്രമിച്ചു. ഈ 605 പിന്നെ 597 587 597 BC 597 ആക്രമണത്തിന് സമയത്താണ് യഹസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ, എസക്കേൽ പ്രവാചകനെയൊക്കെ ഈ കൽദായ നാട്ടിലേക്ക് ബാബിലോണിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന് ദർശനമൊക്കെ ഉണ്ടാകുന്നത് ഈ കൽദായ നാട്ടിലിരുന്നു കൊണ്ടാണ്. മൂന്നാമത്തെ അറ്റാക്കാണ് കൽദായരുടെ അല്ലെങ്കിൽ ബാബിലോണിയക്കാരുടെ അറ്റാക്കാണ് 587. അത് 586 ആയപ്പോഴേക്കും അത് തീരുകയാണ്. 586 മുതലാണ് ഈ പ്രവാസം ആരംഭിക്കുന്നത്, ബാബിലോൺ പ്രവാസം ആരംഭിക്കുന്നത്. ഈ 587 ഈ ജെറുസലേം ദേവാലയത്തെ, സോളമന്റെ ദേവാലയം തന്നെ അഗ്നിക്കിരയാക്കി ഈ കൽദായര് അല്ലെങ്കിൽ ബാബിലോണിയക്കാര്. ആ സന്ദർഭത്തില് ഈ ഇങ്ങനെ കൽദായര് വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് യെരേമിയ പ്രവാചകൻ പറഞ്ഞൊരു വചനമുണ്ട്. യെരേമിയ 21:9, കൽദായർക്ക് കീഴടങ്ങി അവരുടെ പക്ഷം ചെന്നു ചേരുക. കൽദായർക്ക് കീഴടങ്ങി അവരുടെ പക്ഷം ചെന്നു ചേരുക. യെരേമിയ പ്രവാചകൻ 21:9. യെരേമിയയുടെ ഈ രാഷ്ട്രീയ നിലപാട് പല വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ യെരേമിയയുടെ നിലപാടായിരുന്നു ശരി. അത് പിന്നീട് തെളിയുന്നുണ്ട്. കൽദായർക്ക് കീഴടങ്ങുക, അതാണ് യെരേമിയ പറയുന്നത്. ശത്രുക്കളെ പക്ഷം ചേരാനല്ല വാസ്തവത്തിൽ യെരേമിയയുടെ നിർദ്ദേശം, മറിച്ച് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ കൽദായർക്ക് കീഴടങ്ങുക. ദൈവം യഹൂദ രാജ്യത്തെയും ജെറൂസലേമിനെയും ബാബിലോൺ സൈന്യത്തിന്, അതായത് കൽദായരുടെ സൈന്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞു. എതിർത്ത് നിന്നാൽ എല്ലാവരും കൊല്ലപ്പെടും. മറിച്ച് കൽദായർക്ക് വിധേയപ്പെട്ടാലോ കുറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതാണ് പ്രായോഗികമായിട്ടൊരു കാര്യം. പക്ഷെ അതിലൂടെ ദൈവശാസ്ത്രപരമായൊരു സംഗതി കൂടിയുണ്ട്. അതായത് അടിമകൾ, തടവുകാർ എന്ന അവസ്ഥയിലാണെങ്കിലും ബാബിലോൺ നാട്ടിലെ കൽദായ നാട്ടിൽ ജീവിക്കുമ്പോൾ ബാബിലോണിന് അതിലൂടെ മാനസാന്തരപ്പെടുത്താൻ അവസരം കിട്ടും. അങ്ങനെ ഈ ബാബിലോണിക്കാരെ പേർഷ്യക്കാരൻ സൈറസ് ആക്രമിച്ചു, യഹൂദർക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഈ കൽദായർക്ക്, ബാബിലോണിക്കാർക്ക് മാനസാന്തരം വരാനായിട്ട് യഹൂദന്മാര് കൽദായ നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് യെരേമിയയുടെ നിലപാട്. ഒന്ന്, അത് കൂടാതെ വേറൊരു സംഗതി കൂടി യെരേമിയ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഇസ്രായേല് അല്ലെങ്കിൽ യഹൂദന്മാര് പാപം ചെയ്തിട്ടാണ് ദൈവം ശിക്ഷിക്കുന്നത്. പാപത്തിനൊരു ശുദ്ധീകരണം വേണം. അതിന് കൽദായർ നാട്ടില് പോയി ഒരു ശുദ്ധീകരണം നടക്കേണ്ടത് അവിടെയാണ്, കൽദായരുടെ നാട്ടില്. അതാണ് ദൈവശാസ്ത്രം. അപ്പോൾ ബാബിലോണിക്കാരെ മാനസാന്തരപ്പെടുത്താമെന്നുള്ളത് ഒരു പോയിന്റാണ്. അതിനേക്കാളേറെ ഇസ്രായേൽക്കാർക്ക്, അതായത് യഹൂദന്മാർക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണത്തിന്റെ നാടാണ് ഈ കൽദായരുടെ നാടെന്നാണ് യെരേമിയ പറയുന്നത്. ഇതിനെ സാധൂകരിച്ചുകൊണ്ട്, സമർത്ഥിച്ചുകൊണ്ട്, സ്ഥിരീകരിച്ചുകൊണ്ട് എസെക്കേലിന്റെ പുസ്തകം 8 മുതൽ 11 വരെ അധ്യായങ്ങൾ വായിച്ചാൽ മനോഹരമായ രംഗം കാണാം. ദൈവമായ കർത്താവ് ആ ഹിലാസ്തേരിയോൻ, കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ഇങ്ങനെ വാതിൽക്കലേക്ക് ചെന്നു. പിന്നെ ഉമ്മറ വാതിൽക്കൽ ചെന്നു. അവിടുന്ന് കിഴക്കോട്ട് പോയി, ഒലിവുമലയിലേക്ക് കിഴക്കോട്ട് പോയിന്നാണ്. അതായത് യെരൂസലേമിന് കിഴക്ക് ഒലിവുമലയിൽ നിന്ന് കിഴക്കോട്ട് കൽദായ നാട് വരെ പോയി എന്നാണ് സൂചന. എന്തുകൊണ്ടാണ് ദൈവം ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്നത്? ദേവാലയം വിട്ട് ദൈവം ഇറങ്ങി വരികയാണ്. എന്തുകൊണ്ടാ? ജനത്തെ മുഴുവൻ കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി കൊണ്ടുപോയി. അപ്പൊ ഇന്ന് പള്ളിയിലിരുന്നിട്ട് എന്താ കാര്യം? ദേവാലയത്തിലിരുന്നിട്ട് എന്താ കാര്യം? ജനങ്ങൾ മുഴുവൻ കൽദായ നാട്ടിലാണ്. അപ്പൊ ജനത്തിന്റെ കൂടെയല്ലേ കർത്താവ് വസിക്കേണ്ടത്? അതുകൊണ്ട് കർത്താവ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി കൽദായരുടെ നാട്ടിലേക്ക് പോയി എന്ന് BC ഈ പറഞ്ഞ 3 പ്രാവശ്യം അറ്റാക്ക് ചെയ്ത സമയത്ത് നടക്കുന്നതായിട്ടാണ് യഹസ്കേൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ 70 കൊല്ലമാണ് ഈ കൽദായരുടെ നാട്ടിൽ കർത്താവും കർത്താവിന്റെ ജനവും. ഈ 70 കൊല്ലവും അവര് ജനങ്ങൾക്ക് എന്താണ് അവസ്ഥ? സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, സാമൂഹിക ജീവിതമില്ല, മതപരമായ കാര്യങ്ങളൊന്നും അവരുടെ സ്വാതന്ത്ര്യങ്ങളില്ല അന്യരുടെ നാട്ടിൽ. അതേസമയം ചിലരെല്ലാം അവിടെ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും ചെയ്തു, കുറച്ചു പേർക്കൊക്കെ. അങ്ങനെ ഈ കൽദായരുടെ നാട്ടിൽ വെച്ചൊരു ശുദ്ധീകരണം നടക്കുകയാണ്. 70 കൊല്ലം കഴിഞ്ഞ് ഈ പ്രവാസികൾ കുറെ പേര് തിരിച്ചു വരിക. എല്ലാവരും തിരിച്ചു പോകുന്നില്ല. എസ്തറിന്റെ കുടുംബമൊക്കെ അവിടെ നിന്നു, തിരിച്ചു പോകുന്നില്ല. എസ്തർ പിന്നെ അവിടെ രാജ്ഞിക്ക് ആവുന്നുണ്ട്. ഈ തിരിച്ചു പോരുന്ന ആളുകൾക്ക് നേതാവായിട്ട് ആരാ? കർത്താവ് തന്നെയാണ്. യെശയ്യായുടെ പുസ്തകം 40-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വായിച്ചാല് ഇല്ലേ, തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവിന് വഴിയൊരുക്കുക, മരുഭൂമിയിൽ അവന് കർത്താവിന് വഴിയൊരുക്കുക. കർത്താവ് തിരിച്ചു വരികയാണ്. ഈ ദേവാലയത്തിൽ ഇറങ്ങിപ്പോയി കൽദായരുടെ നാട്ടിൽ പോയി കർത്താവ്
ജനത്തെ ശുദ്ധീകരിച്ച് ആ ജനത്തിലെ കുറെ പേരെയും കൊണ്ട് തിരിച്ചു വരികയാണ്. ആ കൽദായരുടെ നാട്ടിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരെയാണ് യാഹ്വേയുടെ ദരിദ്രർ എന്ന് പറയുന്നത്. അതുവരെ സമ്പത്താണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ മനസ്സിലായി ദാരിദ്ര്യമാണ് കർത്താവിന്റെ അനുഗ്രഹം. ദൈവത്തെ തിരിച്ചറിയാൻ ദാരിദ്ര്യമാണ് നല്ലത്. ഈ നമ്മളിപ്പോ ധ്യാനങ്ങളൊക്കെ എന്താ പറയണത്? തകർച്ച, കർത്താവ് തകർച്ച തന്നി. എന്താണ്? സാമ്പത്തിക തകർച്ചയെ കുറിച്ചാണ് പറയണത്. കർത്താവ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ധ്യാനഗുരുക്കന്മാർ പറയാണ് ദാരിദ്ര്യം തകർച്ചയാണ്. കർത്താവ് പറഞ്ഞത് അത് ഭാഗ്യമാണെന്നാണ്, സൗഭാഗ്യമാണെന്നാണ്. ഇതാണ് ഈ ധ്യാനഗുരുക്കന്മാരും കർത്താവും തമ്മിലുള്ള അന്തരം. പോട്ടെ. അപ്പോൾ അവിടെ വെച്ച്, അതായത് കൽദായരുടെ നാട്ടിൽ ദരിദ്രരായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സമ്പത്തല്ല ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണം. സമ്പത്തുണ്ടായതുകൊണ്ട് അത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമായി മാറില്ല. അതുവരെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരെ യാഹ്വേയുടെ ദരിദ്രർ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാത്തിനും കർത്താവ് അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ നോക്കിയേ. മെത്രാന്മാരെ നമ്പാൻ പറ്റില്ല, വൈദികർ മിക്കവരും നമ്പാൻ പറ്റില്ല. കർത്താവല്ലാതെ മറ്റൊന്നിലും പ്രത്യാശയില്ല. കർത്താവല്ലാതെ മറ്റൊന്നിലും. ഈ ഒരു അവസ്ഥയായിരുന്നു കൽദായരുടെ നാട്ടിൽ ഈ ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നത്. അവിടെ വെച്ച് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അവിടെ വെച്ച് കർത്താവ് അവരുടെ കൂടെയുണ്ട്. കർത്താവ് അവർക്ക് നേതൃത്വം കൊടുത്ത് അവർ തിരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കർത്താവിന് വഴിയൊരുക്കുക. ഒരു രണ്ടാമത്തെ പുറപ്പാടാണ്. മോശയല്ല നേതൃത്വം കൊടുക്കുന്നത്, കർത്താവ് തന്നെയാണ്. കർത്താവിന് വഴിയൊരുക്കുവിൻ. അങ്ങനെ ഈ 537 BC 537 കർത്താവ് ജനിക്കുന്നതിനും 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണേ. 537 ഈ ജെറൂസലമേക്ക് കുറെ യോഗ്യതമാർ തിരിച്ചു വന്നു. അവർ ദേവാലയം പണിയാൻ തുടങ്ങി. അങ്ങനെ കുറെ സംഗതികൾ നടക്കുന്നുണ്ട്. ഈ പുതിയ നിയമം ആരംഭിക്കുന്നത് കൽദായ നാട്ടിൽ പോയി ശുദ്ധീകരിക്കപ്പെട്ടവരിൽ നിന്നാണ്, യാഹ്വേയുടെ ദരിദ്രരിൽ നിന്നാണ്. പുതിയ നിയമത്തിലെ ആളുകളൊക്കെ നോക്കുക. തുടക്കത്തിലുള്ളത് സക്കറിയ, എലിസബത്ത്, സ്നാപയോഹന്നാൻ, ജോസഫ്, മറിയം, ആട്ടിടയന്മാര്, ഷിമയോൻ, അന്ന, ഇവരൊക്കെ യാഹ്വേയുടെ ദരിദ്രരിൽ പെടുന്നവരാണ്. ഈ ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നവര് അവര് സാമ്പത്തികമായിട്ട് അത്ര വലിയ ദാരിദ്ര്യമൊന്നും ഉള്ളവരായിരുന്നില്ല. മീൻപിടുത്തം ഉണ്ടായിരുന്നു, പങ്ക് കച്ചവടം ഉണ്ടായിരുന്നു, ചുങ്കക്കാരനായിരുന്നു, ഒരാൾ തോമസ് ലീഗ ആശാരിയായിരുന്നു. അങ്ങനെ അവർ തീർത്തും ദരിദ്രരൊന്നുമല്ല. പക്ഷെ യാഹ്വേയുടെ ദരിദ്രരായിരുന്നു. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. അതിനാണ് യാഹ്വേയുടെ ദരിദ്രർ എന്ന് പറയണേ. സമ്പത്തുണ്ടെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുക, സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെയുള്ള ആ യാഹ്വേയുടെ ദരിദ്രരിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് അബ്രഹാമിന്റെ പുത്രനായിട്ട് ഈശോ മിശിഹായെ അവതരിപ്പിക്കുന്നത്. അബ്രഹാമിലൂടെ, അതായത് ഭൂമുഖത്തെ സകല കുടുംബങ്ങളും നിന്നിലൂടെ ആശീർവദിക്കപ്പെടുമെന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. ആ വാഴ്വ് ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ ആശീർവദിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത് ഈശോയിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. അബ്രഹാമിന്റെ പുത്രനായിട്ട്, കൽദായ പുത്രനായിട്ട് ഈശോയെ അവതരിപ്പിച്ചിരിക്കുകയാണ് പുതിയ നിയമം. അതിലാണ് ഈ കൽദായ പുത്രനായ അബ്രഹാമും അവന്റെ പുത്രനായ ഈശോ മിശിഹ, അതിലൂടെയാണ് ഭൂമുഖത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. കൽദായ പുത്രനിലൂടെയാണ്, അബ്രഹാമിന്റെ പുത്രൻ എന്ന് വെച്ചാൽ കൽദായ പുത്രനിലൂടെയാണ് ലോകത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ വലിയ ദൈവശാസ്ത്രം എന്ന് പറയണേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈബിളിൽ ഞാൻ പറഞ്ഞു. യെരമ്യ പ്രവാചകന്റെ കാര്യം പറഞ്ഞു, യെശയ്യായുടെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, യഹസ്കലിന്റെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം പറഞ്ഞു. ഇതൊക്കെ ബൈബിളിലുള്ള സംഗതികളാണ്. നിങ്ങൾക്കിതൊക്കെ വായിച്ച് നോക്കും ചെയ്യാം. ചുരുക്കത്തില് കൽദായ പുത്രനിലൂടെയാണ് ലോകത്തിൽ രക്ഷ സംഭവിക്കുന്നത്, ഭൂമത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പൊ ഈ കൽദായരുടെ നാട്ടിലെ ഭാഷ, ഈ അബ്രഹാമിന്റെ നാട്ടിലെ ഭാഷ, നമുക്കതൊന്ന് നോക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 2 രാജാക്കന്മാർ 18-26. അപ്പോൾ ഹിൽക്കിയായുടെ മകനായ എലിയാക്കിമും ഷെബനായും യോവാഹും റബ് ഷഖയോട് പറഞ്ഞു, ദയവായി അടിയങ്ങളോട് അരാമിയ ഭാഷയിൽ സംസാരിക്കുക, ആ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകും. കോട്ടമേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ. ഈ കൽദായരുടെ ആളുകൾ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്, ജെറുസലം ആക്രമിക്കാൻ വന്നിരിക്കുക. അപ്പൊ അവിടെ നടക്കുന്ന ഈ ഹിസക്കിയ രാജാവിന്റെ ഉദ്യോഗസ്ഥരും ഈ കൽദായ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സൈന്യാധിപൻ തമ്മിലുള്ള സംഭാഷണമാണ് 2 രാജാക്കന്മാർ 18-26. അതായത് ഞങ്ങളുടെ അരാമിയ ഭാഷ സംസാരിക്കുക. അപ്പൊ സാധാരണക്കാർക്ക് അരാമിയ ഭാഷ അറിയില്ല, പക്ഷെ ഉദ്യോഗസ്ഥർക്കറിയാം. 2 രാജാക്കന്മാരുടെ കാര്യം നമ്മൾ പറയണേ കേട്ടോ. ഉദ്യോഗസ്ഥന്മാർക്കറിയാം അരാമിയ ഭാഷ, സാധാരണക്കാർക്ക് അറിയില്ല. എന്തുകൊണ്ടാ? അരാമിയ ഭാഷ കൽദായരുടെ നാട്ടിലെ ഭാഷയാണ്. BC 911 മുതൽ 605 വരെ അസീറിയ സാമ്രാജ്യത്തിന്റെ
ഔദ്യോഗിക ഭാഷ, സംസാര ഭാഷയായിരുന്നു അരാമിയ. BC 850 മുതൽ അസീറിയ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നയതന്ത്ര ബന്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയും അരാമിയ ഭാഷയാണ്. യഹൂദരുടെ ഭാഷയെ ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുതെന്നും അങ്ങനെ സംസാരിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുമെന്നും ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ജനങ്ങൾ കേൾക്കാതിരിക്കാൻ, അരാമിയ കേട്ടാലും മനസ്സിലാക്കാതിരിക്കാൻ അരാമിയ ഭാഷ സംസാരിക്കുമെന്നുമാണ് ഹിസക്കിയ രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാര് കൽദായരുടെ സൈന്യാധിപനോട് പറയുന്നത്. അതാണ് 2 രാജാക്കന്മാർ 1826 ഞങ്ങളുടെ അരാമിയ ഭാഷ സംസാരിക്കുക, യഹൂദ ഭാഷ സംസാരിക്കാതെ, യഹൂദ ഭാഷ എന്ന് വെച്ചാൽ ഹീബ്രു ഭാഷ സംസാരിക്കാതെ അരാമിയ ഭാഷ സംസാരിക്കുക, ഞങ്ങൾ ഉദ്യോഗസ്ഥർക്കൊക്കെ അരാമിയ ഭാഷ അറിയാം. 2 രാജാക്കന്മാർ 1826. ഈ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് അരാമിയ ഭാഷയാണ്. നെഹെമിയ 13:24 ഈ യഹൂദ ഭാഷ, ഹീബ്രു ഭാഷ യഹൂദ ഭാഷ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്, അരാമിയ ഭാഷ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. പിന്നീട് ഈ കൽദായരുടെ നാട്ടിൽ ഇവർ പോയി. ഇത് സംഭവിക്കുന്ന 2 രാജാക്കന്മാർ 1826 അതായത് ബാബിലോൺ പ്രവാസം ആരംഭിക്കുന്നതിന് മുമ്പാണ്. പിന്നീട് ബാബിലോൺ പ്രവാസത്തിൽ യഹൂദന്മാർ കൽദായ നാട്ടിൽ പോയി. അവിടുത്തെ ഭാഷ എന്തായിരുന്നു? കൽദായ ഭാഷ, അതായത് അരാമിയ ഭാഷ. അപ്പോൾ അവർ അരാമിയ ഭാഷ പഠിച്ചു. 70 കൊല്ലം അരാമിയ ഭാഷ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹീബ്രു ഭാഷ സംസാരിക്കാൻ പറ്റാതായി. അത് 2 തലമുറ കഴിഞ്ഞപ്പോൾ ഹീബ്രു ഭാഷ സംസാരിക്കാൻ പറ്റാതായി. അറിവുള്ളവർക്ക് ഹീബ്രു ഭാഷ വായിക്കാൻ അറിയാം. അപ്പോൾ വേദം വായിക്കാൻ, ലിറ്റർജിയിൽ വേദം വായിക്കാൻ ഹീബ്രു ഭാഷ, സംസാര ഭാഷ അരാമിയ ഭാഷയായിട്ട് മാറി. ഈ കൽദായരുടെ നാട്ടിൽ പോയി തിരിച്ചു വന്ന ആ യഹൂദർക്ക്, ഞാൻ പറഞ്ഞല്ലോ യാക്കോബയുടെ ദരിദ്രര്, അവരുടെ ഭാഷ അരാമിയ. BC 537 മുതൽ ജെറൂസലമില്, യഹൂദായില് അരാമിയ ഭാഷയായി സംസാര ഭാഷ. ക്രിസ്തു ജനിക്കുന്നതിന് 530 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണേ. അങ്ങനെ ഈ ഹീബ്രു ഭാഷ ലിറ്റർജിയിൽ, സിനഗോഗിലും ദേവാലയത്തിലും ലിറ്റർജിയിലും മാത്രം ഉപയോഗിക്കുകയും പിന്നെ സംസാര ഭാഷ അരാമിയായിട്ട് മാറുകയും ചെയ്തു. ഈശോ മിശിഹായുടെ ഭാഷ, പരിശുദ്ധ കന്യാമരത്തിന്റെ ഭാഷ, പിന്നെ പത്രോസിന്റെയും പൗലോസിന്റെയും തോമസ് ലീഗയുടെ ഒക്കെ ഭാഷയാണ് ഈ അരാമിയ എന്ന് പറയുന്നത്. ആ അരാമിയ ഭാഷയിലാണ് യഹൂദന്മാർ 537 മുതൽ ജെറൂസലമിലും യഹൂദയിലൊക്കെ സംസാരിച്ചിരുന്നത്. ഈ അരാമിയ ഭാഷയുടെ മറ്റൊരു ഡയലക്റ്റാണ് കൽദായ ഭാഷ എന്ന് പറഞ്ഞ അരാമിയ ഭാഷയുടെ മറ്റൊരു ഡയലക്റ്റാണ് സുറിയാനി. പാശ്ചാത്യ സുറിയാനിയുണ്ട്, പൗരത്യ സുറിയാനിയുണ്ട്. അതിനൊരു ഡയലക്റ്റ് ആയതുകൊണ്ട് കൽദായ ഭാഷ എന്ന് തന്നെ പറയാം. ഒരു ഭാഷാഭേദം, ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷാഭേദം. കൽദായ ഭാഷയുടെ, അരാമിയ ഭാഷയുടെ ഭാഷാഭേദമാണ്, ഡയലക്റ്റാണ് ഈ പറഞ്ഞ പാശ്ചാത്യ സുറിയാനിയും പൗരത്യ സുറിയാനിയും. അതുകൊണ്ട് പൗരത്യ സുറിയാനിയെ കൽദായ ഭാഷ എന്ന് വിളിച്ചിരുന്നു. ഈ അരാമിയ ഭാഷ സംസാരിച്ചിരുന്ന തോമസ് ലീഗയാണ് നമുക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു തന്നത് അരാമിയ ഭാഷയിൽ. അതായത് കേരളത്തിലും ഇന്ത്യയിലും അവിടെ പേർഷ്യയിലും പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന യഹൂദ കോളനികളിലേക്കാണ് തോമസ് ലീഗ വന്നേ, യഹൂദനായ തോമസ് ലീഗ വന്നേ. അവർക്ക് അരാമിയ ഭാഷ അറിയാം. അപ്പോൾ അരാമിയ ഭാഷ സംസാരിച്ചിരുന്ന ഈശോ, അരാമിയ ഭാഷ സംസാരിച്ചിരുന്ന തോമസ് ലീഗ, ഈ തോമസ് ലീഗ ക്രിസ്തീയ വിശ്വാസം അരാമിയ ഈ യഹൂദന്മാരോട് സംസാരിക്കാനായിട്ട്, പറയാനായിട്ട് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ വന്നു, തെക്കേ ഇന്ത്യയിൽ വന്നു, പാർഥിയ രാജ്യത്തൊക്കെ പോയി, പേർഷ്യയിൽ പോയി. അതുകൊണ്ട് അരാമിയ ഭാഷയാണ് നമുക്ക് പരമ്പരാഗതമായി കർത്താവ് സംസാരിച്ച ഭാഷ. അതിന്റെ ഡയലക്റ്റായ സുറിയാനി, അതാണ് നമ്മുടെ ആരാധനക്രമത്തിനുള്ള ഭാഷ, ലിറ്റർജിക്കുള്ള ഭാഷ. അതിനാൽ സുറിയാനി കത്തോലിക്ക സഭയെന്നും കൽദായ കത്തോലിക്ക സഭയെന്നും നമ്മൾ വിളിക്കുമായിരുന്നു. സീറോ മലബാർ സഭ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, കൽദായ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സുറിയാനി, പൗരത്യ സുറിയാനി കത്തോലിക്ക സഭ എന്നൊക്കെ നമ്മൾ അറിയപ്പെട്ടിരുന്നത്. റോമൻ കത്തോലിക്ക സഭ ലിറ്റർജിക്കിൽ ലത്തിൻ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അവർ ലത്തിൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നു. നമ്മൾ സുറിയാനിയാണ് ലിറ്റർജിക്ക് ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് സുറിയാനി കത്തോലിക്കർ എന്ന് പറയുന്നു. വ്യത്യാസം മനസ്സിലായി? ഇത് ഇങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ സീറോ ഫിനീഷ്യൻ സ്ത്രീയെ കാണുന്നുണ്ട്. സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ സിറിയ തന്നെ, അവിടുത്തെ ടൈർ സീസൺ പ്രദേശങ്ങളിൽ, നഗരങ്ങളിലേക്ക് പോയി സീറോ ഫിനീഷ്യൻ, സീറോ എന്ന് വെച്ചാൽ സുറിയാനി സംസാരിക്കുന്ന പെണ്ണ്. ഈ കർത്താവ് ഈ സുറിയാനി സംസാരിക്കുന്ന പെണ്ണിനോട് ഏത് ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാവുക? സുറിയാനി, അല്ലെങ്കിൽ ഒരു ദ്വിഭാഷിയുടെ ട്രാൻസ്ലേറ്ററുടെ സഹായം തേടിയിരിക്കും. മിക്കവാറും ഈശോയ്ക്ക് സുറിയാനി അറിയാം, കാരണം അരാമിയയുടെ ഒരു ഭാഷാഭേദമാണ് സുറിയാനി. അപ്പൊ സീറോ ഫിനീഷ്യൻ സ്ത്രീയോട് കർത്താവ് സംസാരിച്ചത് സുറിയാനി ഭാഷയിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും രക്ഷാചരിത്രവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയാണ് അരാമിയ ഭാഷയും അതിന്റെ ഡയലക്റ്റായ പൗരസ്ത്യ സുറിയാനിയും. അതായിരുന്നു നമ്മുടെ ആരാധനയുടെ ഭാഷ 1962 വരെ. 1962 വരെ നമ്മൾ
ആരാധനയ്ക്ക് ഉപയോഗിച്ചത് കർത്താവിന്റെ ഭാഷയായ അരാമിയായുടെ ഡയലക്റ്റായ പൗരത്യ സുറിയാനിയാണ്. 1962 വരെ നാം അത് വീണ്ടെടുക്കണം. എന്തുകൊണ്ട്? ഇസ്ലാമിനെ ഒന്നായി നിർത്തുന്നതിൽ അറബി ഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഇതുപോലെ സുറിയാനി കത്തോലിക്ക സഭയെ ഒന്നാക്കി നിർത്തുന്നതിൽ സുറിയാനി ഭാഷ വലിയ പങ്ക് വഹിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരുപാട് ചെറുപ്പക്കാർ സുറിയാനി പഠിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുപാട് പേർക്ക് സുറിയാനി അറിയാം. അവരെല്ലാം സെമിനാരികളിൽ തൊട്ട് പഠിച്ചു വരുന്നത് കൊണ്ടാണ്. വാക്കുകളുടെ അർത്ഥമൊക്കെ ഒരുപാട് ആഴമുണ്ട്. ഈ ബൈബിളൊക്കെ എഴുതപ്പെട്ട നാട്ടിലെ ഭാഷയാണിത്. അതുകൊണ്ട് യൂറോപ്പിലുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് മനസ്സിലാകും സുറിയാനി അറിഞ്ഞാൽ ബൈബിള് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ സുറിയാനി ഭാഷ വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നടക്കില്ലെന്ന് വിചാരിക്കരുത്. 1947 ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യം വന്നത്. അന്ന് മുതലാണ് അവർ ഹീബ്രു ഭാഷ വീണ്ടെടുക്കാൻ തുടങ്ങിയത്. 1947 ഇപ്പൊ അവരെല്ലാവരും ഹീബ്രു ഭാഷയിൽ സംസാരിക്കണേ. അതൊരു ദേശരാഷ്ട്രത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചത് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സഭ തീരുമാനിച്ചാലും സഭ പറഞ്ഞ ആൾക്കാരെ അനുസരിക്കാൻ മടിക്കുന്നത് കൊണ്ടും പിന്നെ സഭയുടെ നേതൃത്വത്തിലുള്ളവർക്ക് അതിൽ ബോധ്യമില്ലാത്തത് കൊണ്ടും കുറച്ച് പാടുണ്ട്. എന്നാലും കുറെ പേര് തയ്യാറായി. ഇപ്പൊ ചെറുപ്പക്കാർ എത്രയോ പേരാണ് സുറിയാനി സംസാരിക്കും, പഠിക്കും, വായിക്കും, സുറിയാനിൽ എഴുതൊക്കെ ചെയ്യുന്നു. സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ സുറിയാനിയില്. എന്ത് കേമമാണത്! അത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, രോമാഞ്ചം ഉണ്ടാകുമെന്ന് പറയില്ലേ? ഉണ്ടാകണം. നമുക്ക് അങ്ങനെ ഒരു അഭിമാന ബോധം ഉണ്ടാകട്ടെ. അപ്പൊ ഇതാണ് ഈ സുറിയാനി ഭാഷ വീണ്ടെടുക്കണമെന്നും നമ്മൾ പറയുന്നതിന് കാരണം. അത് രക്ഷാചരിത്രത്തിന്റെ ഭാഷയാണ്, നമ്മുടെ കർത്താവീശംശയുടെ ഭാഷയാണ്, തോമസ് ലീഗയുടെ ഭാഷയാണ്, നമ്മുടെ ആരാധനക്രമത്തിന്റെ ഭാഷയാണ്. 1962 വരെ അങ്ങനെയായിരുന്നു. നമ്മൾ ഐക്യതയിലേക്ക് നയിക്കുന്ന ഭാഷ അതാണ്. കാരണം ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു സംസ്കൃതിയാണ്. അതൊരു സംസ്കൃതിയാണ്. അതുകൊണ്ട് സുറിയാനി ഭാഷ നമ്മൾ വീണ്ടെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുറിയാനി ഭാഷ കൽദായ ഭാഷ നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ കൽദായർ എന്നറിയപ്പെടുന്നതിന് കാരണം നമ്മൾ പൗരത്യ സുറിയാനി എന്ന കൽദായ ഭാഷ ലിറ്റററി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ്. തീർന്നില്ല, വേറെയും കാരണങ്ങളുണ്ട്. കൽദായ സഭ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ തോമസ് ലീഗയുടെ സമുദായവും യോഹന്നാന്റെ സമുദായവും തമ്മിൽ പല ദൈവശാസ്ത്ര പൊരുത്തങ്ങളും ഉണ്ടായിരുന്നു. തോമസ് ലീഗയുടെ സഭയും യോഹന്നാന്റെ സഭയും തമ്മിൽ ഒരൊറ്റ ഉദാഹരണം പറയാം. യോഹന്നാൻ 15:26. ഇപ്പൊ നമ്മൾ ഫീലിയോക്കെ കോൺട്രവേഴ്സ് എന്ന് പറയില്ലേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 15:26 കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. അവിടെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എഴുതിയിട്ടില്ല. ദൈവശാസ്ത്രപരമായിട്ട് പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നുള്ള തെറ്റൊന്നുമില്ല. പക്ഷേ യോഹന്നാൻ 15:26 എഴുതിയിരിക്കുന്നത് ഫീലിയോക്കെ കോൺട്രവേഴ്സിക്ക് ഒരു കാരണമാകാം. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പിതാവിൽ ജനിക്കുന്ന പുത്രൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. ഈ ജനിക്കുക, പുറപ്പെടുക എന്നൊക്കെ പ്രത്യേക അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതറിയാതെ എറണാകുളത്തെ കുറെ കൊന്തന്മാര് ഈ എന്താണ് സംഭവം എന്നറിയാതെ, ബൈബിളും അറിയില്ല, ചരിത്രം അറിയില്ല, ദൈവശാസ്ത്രം അറിയാതെ കുറെ കാര്യങ്ങൾ എഴുതി വിടുന്നുണ്ട്. അതിനൊന്നും മറുപടി തീർക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവർക്ക് അടിസ്ഥാനപരമായ വിജ്ഞാനം പോലും ഇല്ല. അടിസ്ഥാനപരമായി അറിവില്ലാത്തവരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അതുകൊണ്ട് അവർ കത്തോലിക്ക സഭയുടെ മതബോധനം ബൈബിളും പഠിച്ചതിന് ശേഷം ഞാൻ അവരോട് സംസാരിക്കാൻ തയ്യാറാണ്. അപ്പോ യോഹന്നാൻ 15:26 ഫീലിയൊക്കെ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പ്രയാസമുണ്ട്. ഫീലിയൊക്കെ വെച്ചാൽ ആ വാക്കിനർത്ഥം പുത്രനിൽ നിന്നും എന്നാണ്. ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതായത് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവോട് ഇല്ല, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ്. അത് യോഹന്നാന്റെ സഭയുടെയും തോമസ് ലീഗ് സഭയുടെയും ദൈവശാസ്ത്രമാണ്. അത് ബൈബിളിലുണ്ട്. ബൈബിളിൽ ഇത്രയും ആഴത്തിൽ ബൈബിളിലുള്ള ദൈവശാസ്ത്രം വിട്ടുകളഞ്ഞിട്ട് മറ്റു ദൈവശാസ്ത്രത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ തോമസ് ലീഗയുടെ സഭയും യോഹന്നാൻ സഭയും തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങളുണ്ടായിരുന്നു. രണ്ട് സഭകളും അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ട് സഭയെയും പത്രോസ് സഭ പുറത്താക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇതേക്കുറിച്ചൊക്കെ ഞാൻ വൈ ആർ സ്പീക്കിംഗ് വിത്ത് എ വുമൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. അതിൽ വിശദമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താം. ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ തോമസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലൈമാക്സ്. തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തോടെ എന്റെ കർത്താവ്, എന്റെ ദൈവമേ, ഇതൊരു ഷോക്കായിരുന്നു പത്രോസിന്റെ സഭയ്ക്ക്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന സ്ഥാനം, സമരിയക്കാരി സ്ത്രീ, മറിയ മഗ്ദലേന, ഇവരൊക്കെയാണ് അപ്പസ്തോലന്മാരുടെ റോൾ ചെയ്യണേ. ഇതൊന്നും ഈ പത്രോസിന്റെ വലിയ സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ തോമസ് ലീഗയുടെ സഭയും യോഹന്നാന്റെ സഭയും ഒരു പുറത്താക്കപ്പെടൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. തോമസിന്റെ സഭ എന്ത് ചെയ്തു? തോമസും ചെറിയ ആളുകളും കൂടി പേർഷ്യയിലേക്ക് പോയി. അപ്പോൾ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷം പ്രസംഗിക്കാൻ തോമസ് ലീഗ പോയി. യോഹന്നാൻ
പടവെട്ടി, പത്രോസ് സഭയിൽ പടവെട്ടി. അങ്ങനെയാണ് ഈ സുവിശേഷം എഴുതി അങ്ങനെ പടവെട്ടി നിന്നു. ആ പടവെട്ടി നിന്നപ്പോഴൊക്കെ തോമാസ് ലീഹയുടെ സഭയുടെ കാര്യങ്ങൾ ഉൾച്ചേർത്തു. അതുകൊണ്ടാണ് തോമാസ് ലീഹുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങൾ മത്തായും മർക്കോസും ലൂക്ക എഴുതിയില്ല. അവർ മൂന്നും പത്രോസിന്റെ പാരമ്പര്യം പിന്തുടരുന്നവരാ. തോമാസ് ലീഹുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങൾ അവർ എഴുതിയില്ല. തോമാസ് ലീഹയുടെ സഭയോടുള്ള എതിർപ്പ് കൊണ്ടാണത്. യോഹന്നാൻ അതൊക്കെ എഴുതി വെച്ചു. കാരണം എന്താ, യോഹന്നാൻ സഭയും തോമാസ് ലീഹയുടെ സഭയും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പൊരുത്തമുണ്ട്. തോമാസിന്റെ സഭയും യോഹന്നാൻ സഭയും അനുഭവിച്ചത് ഒരേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തോമാസ് ലീഹുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങളൊക്കെ യോഹന്നാൻ എഴുതി വെച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം തോമാസ് ലീഹ ഇത്ര പ്രമുഖനായിട്ട് വരുന്നത്. അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ഈ തോമായുടെ സിംഹാസനത്തിൽ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ തോമാസ് ലീഹ യെറൂസലേമിലെ തുടക്കത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ പറഞ്ഞ പേർഷ്യയിലേക്ക് പോയി, ചെറിയൊരു സമൂഹമായിട്ട് പോയി. അവിടെ കൽദായരുടെ നാട്ടില്, ബാബിലോണിക്കാരുടെ നാട്ടില്, ഇറാഖ്, കുവൈറ്റ് ഈ പറയണേ, അവിടെ പണ്ട് നമ്മുടെ എസ്തറിന്റെ കുടുംബമൊക്കെ അവിടെ യഹൂദന്മാരവിടെ താമസിച്ചിരുന്നല്ലോ. ഈ പ്രവാസത്തിൽ പോയി കുറെ പേര് തിരിച്ചു വന്നു, കുറച്ച് പേര് തിരിച്ചു വന്നില്ല. വലിയൊരു യഹൂദ കോളനി ഉണ്ടായിരുന്നു. അവരോട് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ കൽദായരുടെ നാട്ടിൽ നിന്ന് വന്ന അബ്രഹാമിന്റെ നാട്ടിലേക്കാണ് തോമസ് ലീഹ പോകുന്നത്, കൽദായ പുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷവുമായിട്ട്. എന്ത് ചരിത്രം ദൈവം ഇങ്ങനെ വളച്ച കൊണ്ടുവരുന്നു നോക്കിയാൻ, കർത്താവിന്റെ രീതികൾ നോക്കിയാൻ. അങ്ങനെ അവിടെയുള്ളൊരു സുവിശേഷം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു, വടക്കേ ഇന്ത്യയിലേക്ക് വന്നു, സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന റൂട്ടൊക്കെ വെച്ചിട്ട്. എന്നിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചു. അതേക്കുറിച്ചുള്ളതാണ് തോമായുടെ നടപടികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്. പിന്നെ 48 തോമസ് ലീഹ തിരിച്ച് പാലസ്തീനയിലേക്ക് തിരിച്ചു പോയി. അതേക്കുറിച്ചൊക്കെ തോമായുടെ സിംഹാസനത്തിൽ ഞാൻ തെളിവുകൾ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വരുന്നതാണ് ദക്ഷിണേന്ത്യയിൽ. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ടല്ല, വിദേശ രാജ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അടുത്ത രാജ്യത്തേക്ക് വരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഗമാണ്, എങ്കിലും അശോകന്റെ ഇന്ത്യയിലെ വിദേശ രാജ്യമായിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. അങ്ങനെ 51 തോമസ് ലീഹ കേരളക്കരയിൽ വന്നു. ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം 52 ആദ്യത്തെ ക്രിസ്തീയ സമുദായം കൊടുങ്ങല്ലൂർ ആരംഭിച്ചു. അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയതാണ് തോമസ് ലീഹ. പൗലോസ് ലീഹയ്ക്ക് കിഴക്കോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. നീ യൂറോപ്പിലേക്ക് പോകുക. കാരണം എന്താ, കിഴക്കോട്ട് ഞാൻ വേറെ ആൾ വിട്ടിട്ടുണ്ട്, തോമസ് ലീഹ. അതാണ് നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് പൗലോസിനെ തടയുന്നത്. പത്രോസും പൗലോസൊക്കെ റോമാ സാമ്രാജ്യത്തിനുള്ളിൽ ഈ യവന റോമാ സാമ്രാജ്യം എന്ന് പറയാം. കാരണം യവന എന്ന് വെച്ചാൽ ഗ്രീക്ക് സംസ്കൃതിയാണ് റോമാ സാമ്രാജ്യത്തിന്റെ സംസ്കൃതി. അപ്പോൾ ഗ്രേക്കോ റോമൻ വേൾഡ് എന്ന് പറയും, യവന റോമ സാമ്രാജ്യം. അതിലാണ് ഈ പത്രോസും പൗലോസൊക്കെ സുവിശേഷം പ്രസംഗിച്ചത്. അവിടുത്തെ വിജാതി ആചാരങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടാണ് ഈ ക്രിസ്തീയ സിദ്ധാന്തങ്ങളൊക്കെ പത്രോസും പൗലോസൊക്കെ രൂപപ്പെടുത്തിയത്. തോമസ് ലീഹ പോയത് കിഴക്കോട്ടാണ്, അതായത് അബ്രഹാമിന്റെയും യഹൂദന്മാരുടെയും നാട്ടിലേക്ക്. അപ്പൊ അവിടെ കുറച്ചുകൂടി ബിബ്ലിക്കൽ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട ദൈവശാസ്ത്രമാണ് അവിടെ വികസിച്ചത്. ഇതേക്കുറിച്ചൊക്കെ ബെനഡിക്ട് മാർപ്പാപ്പ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോ തോമസ് ലീഹ വികസിപ്പിച്ചെടുത്ത ദൈവശാസ്ത്രം ഈ യവന റോമ സാമ്രാജ്യ ദൈവശാസ്ത്രത്തെക്കാൾ ആഴപ്പെട്ടു നിൽക്കുന്നതിന് കാരണം അത് അബ്രഹാമുമായിട്ട് വിശ്വാസവുമായിട്ട് ഈ ബൈബിളിലെ വിശ്വാസവും തിരുവചനവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ഗ്രീക്ക് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൗലോസൊക്കെ പലതും പഠിപ്പിച്ചത്. ഈ അതിനേക്കാൾ ആഴപ്പെട്ട ദൈവശാസ്ത്രം പൗരസ്ത്യ ദേശത്ത് ഉണ്ടാകാനും ഈ വിശ്വാസ പ്രമാണമെല്ലാം പൗരസ്ത്യ ദേശത്ത് രൂപപ്പെടാനും കാരണം തോമസ് ലീഹയുടെ സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പോൾ ഈ ഹീബ്രു ബൈബിളിന്റെ സംസ്കൃതിയോടും തിരുവചന ചിന്താധാരയോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സഭാ പാരമ്പര്യമാണ് കൽദായ സഭയുടെ പാരമ്പര്യം എന്ന് പറയണേ. ഈ വടക്കേന്ത്യയിൽ ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സമയത്ത് അന്യം നിന്ന് പോയതെന്നൊക്കെ ജോർജ് കുരുക്കുറച്ചന്റെ ക്രൈസ്തവ ശബ്ദകോശം എന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. ഞാൻ അത് 1, 2, 3 പ്രാവശ്യം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ റോമാ സാമ്രാജ്യത്തിനുള്ളിൽ പല സഭകൾ രൂപപ്പെട്ടു. റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ. അപ്പോൾ പാർത്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗം, അവിടെയും സഭകൾ രൂപപ്പെട്ടു. പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും. പാശ്ചാത്യ സഭയിൽ പിന്നീട് ഉണ്ടായ രൂപങ്ങളൊക്കെ അനുസരിച്ച് ഒറ്റ റീത്ത് മാത്രം സ്വീകരിച്ചു. പല റീത്തുകളുണ്ടായിരുന്നു.
പാശ്ചാത്യ സഭയിൽ തന്നെ പല റീത്തുകളുണ്ടായിരുന്നു. ഈ അംബ്രോസിയൻ, മൊസറാബിക്, ബ്രാഗൻ, ഡൊമിനിക്കൻ, കാർമലൈറ്റ്, കർത്തൂസിയൻ, അതൊക്കെ പലയിടത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും പാശ്ചാത്യ സഭയിൽ പൊതുവെ ലത്തീൻ റീത്ത് എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക സഭയിൽ ലത്തീൻ റീത്ത് സ്വീകരിച്ചു. പൗരത്യ സഭകൾ അത് ഇപ്പം കത്തോലിക്ക സഭയ്ക്കുള്ളിൽ 24 സഭകളുണ്ട്. കത്തോലിക്കയ്ക്ക് പുറമേയും ഈ പാരമ്പര്യങ്ങൾ, റീത്തുകളുടെ പാരമ്പര്യം ഉപയോഗിക്കുന്ന സഭകൾ വേറെയുണ്ട്. അകത്തോലിക്കര് പൂർണ്ണമായും കത്തോലിക്ക സഭയുമായിട്ട് ഐക്യതയിലായിട്ടില്ല, ചർച്ചകൾ നടക്കുന്നു. പൗരത്യ സഭകൾ 5 റീത്തുകളാണ് ഉപയോഗിക്കുന്നത്. അന്ത്യോക്യൻ റീത്ത് അല്ലെങ്കിൽ പാശ്ചാത്യ സുറിയാനി, കൽദായി റീത്ത് പൗരത്യ സുറിയാനി, ബൈസന്റൈൻ റീത്ത്, അലക്സാണ്ട്രിയൻ റീത്ത്, അർമേനിയൻ റീത്ത്. അപ്പോൾ അന്ത്യോക്യൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സുറിയാനി, കൽദായി റീത്ത് എന്ന് പറഞ്ഞാൽ പൗരത്യ സുറിയാനി, ബൈസന്റൈൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ. 5 പൗരത്യ സഭകളുള്ള റീത്തുകളും പിന്നെ ലത്തീൻ റീത്ത് പാശ്ചാത്യ സഭ. ഇങ്ങനെ 6 ലിറ്റർജി കുടുംബങ്ങളേ ഉള്ളൂ. 24 സഭകളുണ്ട്. ലത്തീൻ സഭയും പിന്നെ 23 പൗരത്യ സഭകളും ഇപ്പയുണ്ട്. അതായത് ഇനിയിപ്പം പുതിയ സഭകളൊക്കെ വരുമ്പോൾ, മലങ്കര സഭ വന്നപ്പോൾ അവർ സെപ്പറേറ്റ് സഭയായിട്ട് നിൽക്കുക ചെയ്തേ, സീറോ മലബാർ സഭയിൽ ചെയ്തല്ല ചെയ്തേ. എന്നിട്ട് പൗരത്യ സുറിയാനി ഉപേക്ഷിച്ച് അവർ പാശ്ചാത്യ സുറിയാനി സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പല സഭകളും കത്തോലിക്ക സഭയ്ക്ക് വരുമ്പോൾ ഇപ്പൊ 24 സഭ എന്നുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോൾ കൂടും, അത് കൂടിക്കൊണ്ടിരിക്കും. അത് ഈ പുനരൈക്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇറാഖിലെ കത്തോലിക്ക സഭയും പിന്നെ നമ്മുടെ പൗരത്യ സുറിയാനി കത്തോലിക്ക സഭയുമാണ് കൽദായി റീത്ത് ഉപയോഗിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാണ്, 6 ലിറ്റർജി കുടുംബങ്ങളേ ഉള്ളൂ. മൊത്തം 24 സഭകളുണ്ട്. പാശ്ചാത്യ സഭ അല്ലെങ്കിൽ ലത്തീൻ സഭ ലത്തീൻ റീത്ത് ഉപയോഗിക്കുന്നു. മറ്റ് സഭകളെല്ലാം വേറെ റീത്തുകൾ ഉപയോഗിക്കുന്നു. കൽദായ റീത്ത് ഉപയോഗിക്കുന്ന 2 സഭകളേ ഉള്ളൂ. ആ 2 സഭകൾ ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയും അതുപോലെ പൗരത്യ സുറിയാനി സഭയുമാണ്. ഇറാഖിലെ അസീറിയൻ സഭയും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർ കത്തോലിക്കരല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് പരിഗണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പൗരത്യ സുറിയാനി സഭയിൽ നിന്ന് വേറിട്ട് പോയ യാക്കോബയ ഓർത്തഡോക്സ് സഭകളും ഈ സുറിയാനി പാരമ്പര്യം പിന്തുടരുന്നവരാണ്. നാം ലത്തീൻ മെത്രന്മാരുടെ കീഴിലായിരുന്നു. നമ്മുടെ സഭ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്, ദ്രോഹം സഹിച്ചിട്ടുണ്ട്, അടിമത്തം സഹിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ കാണുന്ന ഈ സംഘർഷങ്ങളൊക്കെ മുൻപുണ്ടായിരുന്ന സംഘർഷങ്ങളുടെ ഒരു ബാക്കി പത്രം കൂടിയാണ്. അങ്ങനെ നാം ലത്തീൻ മെത്രാന്മാരുടെ കീഴിലായിരുന്നപ്പോൾ പോലും ഈ ആരാധനക്രമം അപ്പാടെ ഒരു മാറ്റിയില്ല, ഏതാനും മാറ്റങ്ങളെ വരുത്തിയുള്ളൂ. അതിനർത്ഥം നാം ആരംഭം മുതലേ ഉപയോഗിക്കുന്ന ലിറ്റർജിയാണ് കൽദായി ലിറ്റർജി അഥവാ പൗരത്യ സുറിയാനി ലിറ്റർജി. ഈ ലിറ്റർജിയാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതന ലിറ്റർജി എന്ന് ഞാൻ പല വീഡിയോസിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അദ്ദായിമാർ ശിഷ്യന്മാരുടെ പേരിലുള്ള ലിറ്റർജിയാണ് കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പുരാതനമായ ലിറ്റർജി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ ഈ കൽദായ കുർബാനയാണ് അർപ്പിച്ചത്, പൂർണ്ണമായും ദൈവോന്മുഖമായിട്ട്. അതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. 1986 അന്ന് ഞാൻ ചമ്മാച്ചനാണ്. ഈ ദൈവോന്മുഖ കുർബാനയെ സീറോ മലബാർ സഭയിലെ പല രൂപതകളും എതിർത്തുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു. 1991 ഇപ്പോഴത്തെ ഏകീകൃത കുർബാന ഉണ്ടാക്കി. 1999 എന്നിട്ടും 2021 വരെ പകുതിയോളം രൂപതകൾ നടപ്പാക്കിയില്ല. എന്ന് വെച്ചാൽ മെത്രാന്മാരാണ് മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വിമത വൈദികരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു. ധിക്കരിക്കരുത്, മെത്രാന്മാരോട് നമ്മൾ ധിക്കരിക്കരുതെന്ന് ഞാൻ എന്റെ മെത്രാനോട് പറഞ്ഞപ്പോൾ എന്നെ ധിക്കാരിയായി മുദ്രകുത്തി പ്രചരിപ്പിച്ചു. മാർപ്പാപ്പയെ ധിക്കരിക്കരുത്, ഈ കുർബാന നമ്മുടെ രൂപത്തിൽ നടപ്പാക്കണമെന്ന് എന്റെ മെത്രാനോട് ഞാൻ പറഞ്ഞതിനാണ് എന്നെ ധിക്കാരിയായി അനുസരണക്കേടുള്ളവനായി മുദ്രകുത്തി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. അത് പോട്ടെ, സഭാവിരുദ്ധർക്ക് സാധാരണ വിശ്വാസത്തിൽ പറഞ്ഞു പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സമയം കൊടുത്തുവെന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ടുണ്ടായില്ല. 99 എടുത്ത തീരുമാനം നീട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ഗുണമുണ്ടായി? ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ ഈ വിമത വൈദികർക്കും ഈ കൽദായ വിരുദ്ധർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഒരു അവസരം കിട്ടി. അതുകൊണ്ട് ഒരു ഗുണം കിട്ടിയില്ല. 2021 എറണാകുളം ഒഴികെ ബാക്കി എല്ലാ രൂപതകളും ഈ കൽദായ കുർബാന എന്ന് പറയുന്ന പൗരത്യ സുറിയാനി കുർബാന നടപ്പാക്കി. എറണാകുളത്ത് ഇനിയും വിട്ടുവീഴ്ച വേണമെന്ന് പറയണേ. സമാധാനം വേണമെങ്കിൽ സമവായം വേണമെന്ന് പറയണേ. സമവായം ഉണ്ടാക്കിയാൽ അത് പൂർണ്ണ ജനാഭിമുഖം വേണമെന്നാകും. ചുരുക്കത്തിൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാണ്, 3 ഗ്രൂപ്പുകളുണ്ടെന്ന് പറയാം. പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലിയിരുന്ന രൂപതകളാണ് ഒന്ന്. അതാണ് ശരിക്കുള്ള നമ്മുടെ പാരമ്പര്യം, പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1986 കോട്ടയത്ത് അർപ്പിച്ചത് അങ്ങനെയാണ്. അവർ വിട്ടുവീഴ്ച ചെയ്തു. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മുഴുവൻ തരം ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നവര് ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് ജനങ്ങളിലേക്ക് തിരിഞ്ഞു വന്നു. അവർ വിട്ടുവീഴ്ച ചെയ്തു.
പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ചൊല്ലിയിരുന്ന രൂപതകളുണ്ടായിരുന്നു. അവരും വിട്ടുവീഴ്ച ചെയ്തു. ഈ ഇരിങ്ങാലക്കുട തൃശ്ശൂരുള്ളവരൊക്കെ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ചൊല്ലിയിരുന്നവരാണ്. അവർ വിട്ടുവീഴ്ച ചെയ്ത് പകുതി നേരം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ എറണാകുളം അങ്കമാലിയിലെ കൽദായ വിരുദ്ധരാണ് പറയുക. കൽദായ വിരുദ്ധര് അവര് ജനാഭിമുഖ കുർബാനയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് വേണ്ടി ഇനി എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ? കയ്യൊക്കൊള്ളുവൻ കാര്യക്കാരൻ എന്ന കാട്ടിൽ നിയമമാണോ സുറിയാനി കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കേണ്ടത്? അതിന് ഒത്താശ പിടിക്കുകയാണോ അവിടുത്തെ സഭാധ്യക്ഷന്മാർ ചെയ്യേണ്ടത്? അവരെന്താ പറയുന്നത്? എറണാകുളം അങ്കമാലിക്കാരെന്താ പറയുന്നത്? ഞങ്ങൾ കൽദായ വിരുദ്ധരാണ്. നിങ്ങൾ കൽദായവൽക്കരണത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ കൽദായ വിരുദ്ധരാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലോ കൂടാണ്ട് ഇരിങ്ങാലക്കുടയും തൃശ്ശൂരൊക്കെ കുറച്ച് പേരുണ്ട് ഈ കൽദായ വിരുദ്ധർ. അവർ കൽദായ സുറിയാനി സഭയായ സീറോ മലബാർ സഭയിൽ അംഗങ്ങളാണ്. കൽദായ സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ, അതിൽ അംഗങ്ങളാണ്. കൽദായ പാരമ്പര്യത്തിൽ രൂപമെടുത്ത കുർബാനയും മറ്റ് ആധ്യാത്മിക കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടും കൽദായവൽക്കരണം എന്ന് ആക്ഷേപിക്കുകയാണ്. സ്വന്തം അമ്മയെ ആക്ഷേപിക്കുകയാണ് അവരുടെ മുഖ്യ പണി. സ്വന്തം അമ്മയാണ് കൽദായ സഭ, പൗരത്യ സുറിയാനി സഭ. അതിനെ ആക്ഷേപിക്കുകയാണ് ഇവരുടെ മുഖ്യ പണി. സ്വന്തം തറവാടിനെ തള്ളിപ്പറയലാണ് അവരുടെ ഹോബി. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണാതെ ഒളിച്ചും പാത്തും അയൽക്കാരുടെ പെണ്ണിനെ പ്രേമിക്കാൻ നോക്കുന്നവരെ പോലെയാണ് ഈ കൽദായ വിരുദ്ധർ, ആ ലോബി തന്നെ. അതുകൊണ്ടാണ് അവർ അവരുടെ എതിരാളികളെയെല്ലാം വ്യക്തിഹത്യ ചെയ്യുന്നത്. അവർക്ക് പ്രമാണങ്ങൾ പറഞ്ഞോ, സിദ്ധാന്തം പറഞ്ഞോ, തത്വം പറഞ്ഞോ എതിർത്തു നിൽക്കാൻ അറിയില്ല. അതുകൊണ്ട് ഈ തൊടുന്യായങ്ങളും വ്യക്തിഹത്യയുമാണ് അവരുടെ ഒരു ശൈലി തന്നെ. ഞാൻ ആവർത്തിക്കുകയാണ്, തിരുസഭയിൽ പാശ്ചാത്യ സഭയും പൗരത്യ സഭകളും മാത്രമേ ഉള്ളൂ. പാശ്ചാത്യ സഭയും പൗരത്യ സഭകളും. ലത്തീൻ സഭയാണ് പാശ്ചാത്യ സഭ. ബാക്കി സഭകളെല്ലാം പൗരത്യ സഭകളാണ്. എറണാകുളം അതിരൂപത ലത്തീൻ സഭയിലുള്ളതല്ലല്ലോ. അവർ പൗരത്യ സഭയിലല്ലേ? അവർ ഉപയോഗിക്കുന്ന കൽദായ ലിറ്റർജി അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവർ കൽദായവൽക്കരണം എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ അജ്ഞത, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഗൂഢ അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൂർവികര് കൽദായ സുറിയാനി പാരമ്പര്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൂർവികര് കൽദായ സുറിയാനി പാരമ്പര്യത്തിന് വേണ്ടി, പൗരത്യ സുറിയാനി പാരമ്പര്യത്തിൽ നിലകൊണ്ടവരാണ്. അവരെ മറന്നും അവരെ പുച്ഛിച്ചും ഇപ്പോൾ കൽദായത്തിനെതിരെ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും നിഗൂഢ അജണ്ട നിവൃത്തിയാക്കാൻ വേണ്ടിയാണ്. എന്താണ് ആ നിഗൂഢ അജണ്ട? അതിൽ നിഗൂഢം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിക്കും നിഗൂഢമല്ല, ഇപ്പൊ പരസ്യമാണ്. എന്താണ്? പണം അടിച്ചു മാറ്റുക. സഭാ കോടതി മണവാളത്തിനെതിരെ വിധി പറഞ്ഞില്ലേ? ലൂട്ടിംഗ് മണി, പണം കട്ടെടുക്കുക, ലൂട്ടിംഗ്, കവർച്ച ചെയ്യുക. അത്ര തന്നെ. പള്ളിയുടെ പണമെടുത്ത് പള്ളിക്കെതിരെ പ്രവർത്തിക്കുക. ഇതാണ് അവരുടെ അജണ്ട. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും അജണ്ട, ഏക അജണ്ട, പള്ളിയുടെ പണമെടുത്ത് പള്ളിക്കെതിരെ പ്രവർത്തിക്കുക, ധൂർത്തടിക്കുക, പള്ളിക്കെതിരെ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഞാൻ അവരോട് പറയാണ്, കൽദായം എന്ന് പറഞ്ഞാൽ തിരുവചനത്തോടും ബൈബിളിനോടും രക്ഷാചരിത്രത്തോടുമുള്ള സുദൃഢമായ ബന്ധമാണ്. കൽദായം എന്ന് പറഞ്ഞാൽ വിജാതിവൽക്കരിക്കപ്പെടാത്ത, ഹിന്ദുവൽക്കരിക്കപ്പെടാത്ത, സ്വാം, ഓം, ഇല്ലേ, സ്വാഹ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്യാത്ത, ഇടമുറിയാത്ത വേദ സംസ്കൃതിയാണ്. കൽദായം എന്നാൽ പ്രാണൻ കൊടുത്തും നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച വിശ്വാസ പൈതൃകമാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരെ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. ഇന്ത്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരെ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ച എന്തായിരിക്കും അവസ്ഥ? അതുപോലെ സുറിയാനി സഭയെ സ്നേഹിക്കുന്നതിനേക്കാൾ ലത്തീൻ സഭയെ സ്നേഹിക്കുന്നവരെ സുറിയാനി സഭയുടെ ഭരണം ഏൽപ്പിക്കരുത്. അതുപോലെ ലത്തീൻ സഭയെ സ്നേഹിക്കുന്നതിനേക്കാൾ സുറിയാനി സഭയെ സ്നേഹിക്കുന്നവരെ ലത്തീൻ സഭയുടെ തലവനാക്കരുത്. അതുതന്നെയാണ് ഇവിടെയും വേണ്ടത്. സുറിയാനി സഭയെ സ്നേഹിക്കുന്ന വേണം സുറിയാനി സഭയുടെ തലപ്പത്ത് വരാൻ. അതിനാൽ ഇനി അങ്ങോട്ട് പൗരത്യ സുറിയാനി കത്തോലിക്ക സഭയെ നയിക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പും മെത്രാമാരും ഈ സുറിയാനി പാരമ്പര്യങ്ങൾ അറിയുന്നവരും അതിനെ സ്നേഹിക്കുന്നവരും ആയിരിക്കണം. ഇപ്പോഴുള്ള മെത്രാന്മാർക്ക് സുറിയാനി അറിയില്ലെങ്കിൽ അവർക്ക് ഉപദേശം നൽകാൻ അറിവുള്ളവരെ, സുറിയാനി പാരമ്പര്യങ്ങളിൽ അറിവുള്ളവരെ നിയമിക്കണം. അങ്ങനെയല്ലേ നല്ല ഭരണകർത്താക്കൾ ചെയ്യുക. അതിനാൽ ഇപ്പോൾ ഒരു നേതൃത്വ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അടിസ്ഥാനം. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ നിലനിന്ന് കാണാൻ, അത് നിലനിൽക്കാനും
പുരോഗമിക്കാനും വളരാനും അങ്ങനെ കാണാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.